നിയമസഭാ ചോദ്യോത്തരവേളയിൽ ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകിയെന്ന ആരോപണം മന്ത്രി ശരിവച്ചു. രോഗികൾക്ക് പഞ്ഞി പോലും വില കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണ് കേരളത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. UDFന്റെ കാലത്തെയും LDFന്റെ കാലത്തെയും ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്തായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി 80 കോടി രൂപ നൽകിയതായി മന്ത്രി സഭയെ അറിയിച്ചു. ആരോഗ്യവകുപ്പ് സിസ്റ്റത്തിന്റെ തകരാറുകൾ 9 വർഷം കൊണ്ട് പരിഹരിച്ചുവെന്നും വീണ ജോർജ് പറഞ്ഞു. ഈ സർക്കാരിന്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്ക് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്ത് ലാബ് സ്ഥാപിക്കും. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്ത് ലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. ജില്ലാ ആശുപത്രികളുടെ ബോർഡ് മെഡിക്കൽ കോളേജ് എന്ന് മാറ്റിയതല്ലാതെ എന്ത് ചെയ്തു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചോദ്യം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സാർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്. ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? സാർ, ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ടത്തരമാണ്. ചോദ്യോത്തരവേളയിൽ വീണ് കിട്ടിയ അവസരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒളിയം പെയ്യാനും ആരോഗ്യമന്ത്രി മറന്നില്ല. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിൽ ഉള്ള ശിശു മുതൽ സാർ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.